വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയുടെ കാറിൽ പോയതിനെ വിമർശിക്കുന്നത് അത് ഒരു ചീപ്പായ ഒരു പരിപാടി. ഞാനല്ല വിമർശിച്ചത്, എന്നെ കുറിച്ചല്ല പറഞ്ഞത്. കാറിൽ കയറിയതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്, കാറിൽ കയറിയതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി ഒരു വർഗീയ പരാമർശം നടത്തിയ കേരളത്തിലെ മതേതരത്വം ഞാൻ വെള്ളാപ്പള്ളിയുടെ പേരും പറഞ്ഞില്ല ആ യോഗത്തിൽ, ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. നടത്തിയപ്പോൾ ആ ആൾക്ക് പിറ്റേ ആഴ്ച പോയി പൊന്നാടയിട്ടു മുഖ്യമന്ത്രി. എന്ത് മെസ്സേജാണ് കൊടുക്കണത്? നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചു. ഭയങ്കരമായൊരു വർഗീയ പരാമർശം അദ്ദേഹം നടത്തി. ഞാൻ അതിനെ എതിർത്ത് അങ്ങനെ പറയരുതെന്നാണ് പറഞ്ഞത്. ഗുരു എന്താണ് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടാണ് പറയരുത്, അത് പറയരുതെന്ന് പറഞ്ഞു. ആ ആളെ പിറ്റേ ആഴ്ച പോയി പൊന്നാടയിട്ട് അങ്ങനെ പറയുന്ന ഒരാൾക്ക് മതേതരത്വത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എൻ്റെ മുമ്പിലിരുന്ന് 1 മണിക്കൂർ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ്. മതേതരത്വത്തെക്കുറിച്ച്, ഇടതുപക്ഷത്തെക്കുറിച്ച്, ഇടതുപക്ഷത്തിൻ്റെ സമീപനത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞത് അത് പറയാനുള്ള അവകാശമില്ല, അങ്ങനെ ചെയ്യരുത്. മതേതരത്വത്തെ പറ്റി പ്രസംഗിക്കാൻ എളുപ്പമാണ് അല്ലേ? എന്നിട്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. സംഘപരിവാറിൻ്റെ വഴിയിലൂടെ പോകണം. AK ബാലൻ്റെ പ്രസ്താവന, ഞാൻ പറഞ്ഞ BJPക്കാർ പ്രസ്താവന കണ്ടു. ഇത് ഇന്നും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. BJPക്കാരത് പണ്ടുപോലെ ചെയ്യുന്ന നമുക്കൊരു വിസ്മയമില്ല. പക്ഷേ CPM പോലത്തെ ഒരു പാർട്ടി അതിൻ്റെ നേതാവും എന്താ പറഞ്ഞത്? UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും. വർഗീയ പ്രസ്താവനയാണ്. 42 കൊല്ലം ജമാഅത്ത് ഇസ്ലാമി CPMൻ്റെ കൂടെയായിരുന്നു. അന്ന് ഒരുപാട് കാലം CPM ഭരിച്ചിട്ടുണ്ട്. CPM ഭരിച്ച കാലത്ത് ജമാഅത്ത് ഇസ്ലാമി കൂടെയുള്ളപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചത്. ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാം. CPM ഭരിച്ച കാലത്തൊക്കെ ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചതെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം.